بسم الله الرحمن الرحيم ما كان إبراهيم يهوديا ولا نصرانيا ولكن كان حنيفا مسلما وما كان من المشركين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കൃത്യമായി പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ചു മരിക്കണമെന്ന് ആദ്യം എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ ഖുർആനിലെ 69 സ്ഥലങ്ങളിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതെന്തും പ്രവൃത്തിപദത്തിൽ കൊണ്ടുവന്ന് വല്ലാത്ത ത്യാഗത്തിന്റെ അളവ് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ജനനം ഇറാഖിലായിരുന്നു എന്നാണ് പ്രബലമായ അഭിപ്രായം. പിതാവിന്റെ പേര് പറഞ്ഞത് ആസർ എന്നാണ്. നക്ഷത്രങ്ങളെയും സൂര്യ ചന്ദ്രന്മാരെയും ആരാധിച്ചുകൊണ്ടിരുന്ന, അതിനു പുറമെ കല്ലുകളിലും മരങ്ങളിലും തീർത്ത പ്രതിമകളെ ആരാധനയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി. വിഗ്രഹാരാധന പ്രചാരം നേടിയിട്ടുള്ള ഒരു നാട്ടിലാണ് ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജനനം. അദ്ദേഹം ജനിച്ചു വീണ ആ നാടിന്റെ അവസ്ഥ, അതോടൊപ്പം അദ്ദേഹത്തിന്റെ പിതാവിന്റെ പണി, മരത്തിൽ തീർത്ത വിഗ്രഹങ്ങൾ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ആശാരിപ്പണിക്കാരനായിരുന്നു എന്നൊക്കെ ചരിത്രത്തിൽ കാണാൻ പറ്റും. വിഗ്രഹങ്ങൾ ഉണ്ടാക്കും, മരം കൊണ്ട് വിഗ്രഹങ്ങൾ കൊത്തിയുണ്ടാക്കി അതിനെ വിൽക്കുന്ന ആളായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പിതാവ്. ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം, വളരെ ചെറുപ്പത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ വിഗ്രഹങ്ങൾ ഏൽപ്പിച്ച് ആ വിഗ്രഹങ്ങളെ വിറ്റുകൊണ്ടുവരാൻ ബാപ്പ അദ്ദേഹത്തെ ഏൽപ്പിക്കുമായിരുന്നു. ആ സമയത്ത് അത് വിൽക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് പോലും അദ്ദേഹം വിളിച്ചു പറഞ്ഞിരുന്നു, മയശ്തരി മാ യദുറു വമാ യൻഫഉ. ഒരു ഉപകാരവുമില്ലാത്ത ഈ വസ്തു ആർക്കെങ്കിലും വേണമെന്ന്, ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ ചെയ്യാത്ത ഈ വസ്തു ആർക്കെങ്കിലും വേണോ എന്ന് പറഞ്ഞിട്ടാണ് ചെറുപ്പത്തിൽ അദ്ദേഹം അത് വിറ്റിരുന്നത് എന്ന് ചരിത്രങ്ങളിൽ കാണാൻ പറ്റും. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇത് വിൽക്കുമ്പോ ജലാശയത്തിന്റെ അരികിൽ ചെന്നിട്ട് ആ വിഗ്രഹത്തിന്റെ തല വെള്ളത്തിൽ മുക്കിയിട്ട് പറയും, എന്നാ കുടിച്ചോ കുടിച്ചോ, അഥവാ അതിനെ പരിഹസിക്കുന്ന രൂപത്തിൽ. ചെറിയ കുട്ടിയായിരിക്കുമ്പോ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ആ വിഗ്രഹങ്ങളോട് താല്പര്യമില്ല.
അത് ശുദ്ധ വിഡ്ഢിത്തമാണ് എന്ന ബോധം ചെറുപ്പത്തിലെ ഇബ്രാഹിം അലൈഹിസ്സലാമക്ക് ഉണ്ടായിരുന്നു എന്നാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, തൗഹീദിന്റെ മാർഗത്തിൽ ഏറെ ത്യാഗം സഹിച്ച മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എല്ലാ ജനവിഭാഗങ്ങൾക്കും അറിയാവുന്ന ഒരു പ്രവാചകൻ. യഹൂദികൾക്കറിയാം, നസ്രാനികൾക്കറിയാം, അറേബ്യൻ മുശ്രിക്കിനറിയാം. എല്ലാവരും വാദിച്ചത്, പറഞ്ഞത് ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ പിതാവാണ് എന്നാണ്. യഹൂദികൾ പറഞ്ഞു ഇബ്രാഹിം അലൈഹിസ്സലാമാണ് ഞങ്ങളുടെ പിതാവ്. നസ്രാനികൾ പറഞ്ഞു അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാം ഞങ്ങളുടെ പിതാവാണ്. അറേബ്യൻ മുശ്രിക്കുകളായ അബൂജഹലും കൂട്ടരും പറഞ്ഞത് അല്ല, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ പരമ്പര ഞങ്ങളാണ്. അതുകൊണ്ടാണ് മുശ്രിക്കുകളെ കഅബയുടെ ഉള്ളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മൂന്ന് കൂട്ടരുടെയും അവകാശവാദങ്ങളെ തള്ളിക്കൊണ്ട് സൂറത്തു ആൽ ഇംറാനിലെ 65-ാമത്തെ ആയത്തിൽ പറയാണ്, യാ അഹ്ലൽ കിതാബി ലിമ തുഹാജ്ജൂന ഫീ ഇബ്രാഹീമ വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി അഫലാ തഅഖിലൂൻ. വേദക്കാരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തർക്കിക്കുന്നത്? വമാ ഉൻസിലത്തിത് തൗറാത്തു വൽ ഇൻജീലു ഇല്ലാ മിൻ ബഅദിഹി. തൗറാത്തിലും ഇൻജീലിലും അവതരിക്കപ്പെട്ടത്, അഥവാ തൗറാത്തും ഇൻജീലും അവതരിച്ചത് അദ്ദേഹത്തിന് ശേഷം മാത്രമാണല്ലോ. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് എന്തേ ബുദ്ധിയില്ലേ, ചിന്തിച്ചുകൂടെ? എന്നിട്ട് പ്രിയമുള്ളവരെ, ഇതേ സൂറത്തിന്റെ 67-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല ഇവരുടെ വാദങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് പറയുകയാണ്, മാ കാന ഇബ്രാഹീമു യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇബ്രാഹിം അലൈഹിസ്സലാം യഹൂദനോ ക്രിസ്ത്യാനിയോ അല്ല, വലാ യഹൂദിയൻ വലാ നസ്റാനിയ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. എന്നാൽ അദ്ദേഹം ഋജുമാനസനായി അള്ളാഹുവിന് കീഴ്പ്പെട്ടവനാണ്, അഥവാ ഒരു മുസ്ലിമാണ്. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവ ആരാധകരിൽ പെട്ട ആളല്ല. അവരുടെ വാദങ്ങളെ പൊളിച്ചടക്കി അല്ലാഹു തആല കൃത്യമായി വിശുദ്ധ ഖുർആനിലൂടെ ആ കാര്യം പരാമർശിക്കണം. ഇങ്ങനെയുള്ള ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ജീവിതവും അദ്ദേഹം സഹിച്ച ത്യാഗവും പ്രിയപ്പെട്ടവരെ ഓരോ മുസ്ലിമും കൃത്യമായി പഠിക്കേണ്ടതുണ്ട്. നോക്കൂ നിങ്ങൾ, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമുമായി ബന്ധപ്പെട്ട സുപ്രധാനമായ ചില കാര്യങ്ങൾ പറഞ്ഞ ശേഷം 16-ാമത്തെ അധ്യായമായ സൂറത്തുൻ നഹ്ലിലെ 123-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു തആല പ്രവാചകനെ വിളിച്ചുകൊണ്ട് പറയാ, സുമ്മാ ഉഹൈനാ ഇലൈക അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫാ വമാ കാന മിനൽ മുശ്രിക്കീൻ. സുമ്മാ ഉഹൈനാ ഇലൈക, പ്രവാചകരെ പിന്നീടതാ നിനക്ക് നാം വഹി നൽകിയിരിക്കുകയാണ്, അനിത്തബി മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഋജുമാനസനായ നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ പ്രവാചകരെ താങ്കൾ പിൻപറ്റണം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ടവനായിരുന്നില്ല. അപ്പൊ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും തുടർന്ന് ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളോടും അല്ലാഹു തആല പറഞ്ഞത്, നിങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം എന്നാണ്. എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗത്തെ പ്രിയപ്പെട്ടവരെ പിൻപറ്റേണ്ടത്? ആ മാർഗം പിൻപറ്റണമെങ്കിൽ, അതല്ലെങ്കിൽ ആ മാർഗം പിൻപറ്റണമെന്ന കൽപ്പന നമുക്കുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബാധകമാണ്. ഏതാണ് 4 കാര്യങ്ങൾ? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്ന ഇബ്രാഹീമ
കാന ഉമ്മതൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകു മിനൽ മുശ്രികീൻ. ഇന്ന ഇബ്രാഹീമ കാന ഉമ്മതൻ, ഒന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു സമുദായമായിരുന്നു, ഒരു സമൂഹമായിരുന്നു. രണ്ടാമത് ഖാനിതൻ ലില്ലാഹ്, അല്ലാഹുവിനോട് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചവനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മൂന്നാമത് ഹനീഫ, ഋജുമാനസനായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. നാലാമത് പറഞ്ഞത് വലം യകു മിനൽ മുശ്രികീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനായിരുന്നില്ല. ഈ 4 കാര്യങ്ങളും പിൻപറ്റുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിൽ നമ്മൾ ഉൾപ്പെടുക. തഫ്സീറിൽ കാണാം, ഒന്ന് എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കാന ഉമ്മത്തൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം എന്താണെന്ന്. അതിനെ മുഫസ്സിറുകൾ പറഞ്ഞത് കാന മുഅല്ലിമുൽ ഖൈർ എന്നാണ്. അദ്ദേഹം നന്മയുടെ ടീച്ചറായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം എങ്ങനെയാണ് ഒരു സമൂഹമായത്? അഥവാ നന്മയുടെ കാര്യങ്ങളിൽ ശക്തമായ പ്രചാരണം നടത്തിയ ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഒരു സമൂഹത്തെ തന്നെ സൃഷ്ടിക്കുവാൻ തന്റെ ഖൈർ ഉമ്മത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് സാധിച്ചു. വഖദ് ഇജ്തമഅ ഫീഹി മിൻ ഖിസാലിൽ ഹമീദ് എന്നാണ്. സുസ്ഥിരമായ കാര്യങ്ങൾ അദ്ദേഹത്തിൽ ചേർന്നു വന്നു. നമുക്ക് ആഹ്ലാദിക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രിയപ്പെട്ടവരെ ചെയ്തു എന്നാണ്. ആ ഗുണങ്ങൾ അദ്ദേഹത്തിൽ തന്റെ ജീവിതത്തിൽ കൃത്യമായി വന്നു ചേർന്നു. മജ്തമഅ ഫീഹിൽ ഉമ്മ, ഒരു ഉമ്മത്തിനുണ്ടാകേണ്ട ഗുണങ്ങൾ അഥവാ ഒരു സമുദായം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ഒരൊറ്റ വ്യക്തി അദ്ദേഹം ചെയ്തു തീർത്തു എന്നാണ്. നമ്മളൊക്കെ ചില ആളുകളെ കുറിച്ച് പറയുന്നില്ലേ, ഓനൊരു പ്രസ്ഥാനമാണ്, ഓനൊരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഓം മതി എല്ലാത്തിനും എന്നാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ അല്ലാഹു തആല പറഞ്ഞത് കാന ഉമ്മത്ത് എന്നാണ്. അദ്ദേഹം ഒരു പ്രസ്ഥാനമായിരുന്നു, അദ്ദേഹം ഒരു സമുദായമായിരുന്നു. അഥവാ ഒരു സമൂഹം ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തം ഇബ്രാഹിം അലൈഹിസ്സലാം എന്നൊരൊറ്റ വ്യക്തി തന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്തു തീർത്തു. രണ്ടാമതായി അല്ലാഹു തആല പറഞ്ഞത് ഖാനിതൻ ലില്ലാഹ് എന്നാണ്. അദ്ദേഹം അല്ലാഹുവിനെ പരിപൂർണമായി കീഴ്പ്പെട്ടുകൊണ്ട് ഭയഭക്തിയോടുകൂടി ജീവിച്ച മനുഷ്യനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ആ തിരക്ക് പിടിച്ച ജീവിതത്തിന്റെ ഇടയിൽ പ്രിയപ്പെട്ടവരെ, ആ നാട്ടിലന്ന് തൗഹീദ് പറയാൻ ആ നാട്ടിൽ വേറൊരാളില്ല. ആദർശ പ്രബോധന രംഗത്ത് സജീവമായി ഇടപെട്ടുകൊണ്ട് ഒരു സമുദായത്തെ ഉണ്ടാക്കി തീർത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നൊരൊറ്റ വ്യക്തി. അദ്ദേഹം ആ തിരക്കിന്റെ ഇടയിൽ നമസ്കാരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറന്നുപോയിട്ടില്ല. ദിക്റുകളും ദുആകളും ഇബ്രാഹിം നബി അലൈഹിസ്സലാം മറന്നുപോയില്ല. ഖാനിതൻ ലില്ലാഹ്, ഭയഭക്തിയോടുകൂടി ജീവിച്ചു, അനുസരണയോടുകൂടി ജീവിക്കാൻ തയ്യാറായ ഒരു വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അഥവാ ഓടി നടക്കുന്ന പ്രകൃതത്തോടൊപ്പം തന്നെ അള്ളാഹുവിന് കീഴ്പ്പെടുന്ന, അവന് സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ അത് കൃത്യമായി നിർവഹിച്ച ഒരു നല്ല ഭയഭക്തൻ ആയിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്നാണ്. നമ്മളോ സമൂഹത്തില് പ്രിയപ്പെട്ടവരെ സ്ഥാനമാനങ്ങൾ കിട്ടിയാല്, നേതൃത്വം കിട്ടിയാൽ നമ്മളൊക്കെ നിസ്കാരം മറക്കും. ചിലപ്പോ ദിക്റുകൾക്കും ദുആകൾക്കും പിന്നെ നമുക്ക് സമയം ഉണ്ടാവില്ല. നമസ്കാരത്തിൽ സലാം വീട്ടിയാൽ ഉടനെ നമ്മൾ ഇറങ്ങിയോടും. പ്രാർത്ഥിക്കാനോ സുന്നത്തുകൾ നമസ്കരിക്കാനോ നമുക്ക് സമയം കിട്ടാറില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതോടൊപ്പം നല്ല തഖ്വയിൽ ജീവിച്ച വ്യക്തിത്വത്തിന്റെ ഉടമയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അദ്ദേഹം അത് സ്വന്തം ജീവിതത്തിൽ മാത്രമല്ല, തന്റെ കുടുംബത്തിലും ആ ഭയഭക്തി അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മക്ക മണലാരണ്യത്തില് തന്റെ ഭാര്യയെയും ചോര കുഞ്ഞിനെയും വിട്ടേച്ച് പോരണമെന്ന അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോ അദ്ദേഹം ആരാരുമില്ലാത്ത, മനുഷ്യരില്ലാത്ത, വെള്ളമില്ലാത്ത, ഭക്ഷണമില്ലാത്ത ആ മക്കയിലെ വിജനമായ പ്രദേശത്ത്, ആ മക്ക മണലാരണ്യത്തില് തന്റെ ഭാര്യനെയും ചോര കുഞ്ഞിനെയും അവിടെ വിട്ടേച്ച് പോരുമ്പോ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യ തിരിച്ചു ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ അള്ള പറഞ്ഞിട്ടാണോ?
അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഒന്നും ഉണ്ടാൻ പാടില്ല, ഒന്നും സംസാരിക്കാൻ പാടില്ല. അവരെ ആ മക്കയുടെ വിജനമായ പ്രദേശത്ത് അവരെ വിട്ടേച്ചു പോരണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം സംസാരിക്കാതെ അവിടെ കൊണ്ടുപോയിട്ടാക്കുകയാണ്. കയ്യിലുള്ളത് പ്രിയപ്പെട്ടവരെ ചോര കുഞ്ഞാണ്. ഭാര്യ ചോദിച്ചു, അള്ളാന്റെ കൽപ്പനയാണോ? അദ്ദേഹം പറഞ്ഞു നഅം. വേറെ ഒരു മറുപടി ഇല്ല. എന്താ കാരണം, എന്തിനാണ്? ഒന്നുമില്ല. നഅം, അള്ളാന്റെ കൽപ്പനയാണോ ചോദിച്ചപ്പോ അതെ. തിരിച്ചു നടക്കുകയാണ്. ഭാര്യ പറയാണ്, എങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനയാണ് എങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കൊള്ളി. ഈ ഒരു ചിന്ത പ്രിയപ്പെട്ടവരെ തന്റെ കുടുംബത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉണ്ടാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അത് ഉത്തരം പറഞ്ഞതിന് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പിന്നെ ചെയ്ത പണി എന്താ അറിയും? പിന്നെ ചെയ്തത് അവിടെ വെച്ച് പ്രാർത്ഥിക്കാണ് പടച്ചോനോട്. എന്താ പ്രാർത്ഥിക്കണത്? പടച്ചോനെ അവൾക്ക് സംരക്ഷണം കൊടുക്കണമെന്നല്ല, അള്ളാന്റെ കൽപ്പനയാണ് അവിടെ കൊണ്ടുപോയി ആക്കാന്നുള്ളത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അടുത്ത പ്രാർത്ഥന എന്താ അറിയോ? അൻ അഖിമിസ്വലാ, അള്ളാഹുവേ നിസ്കരിക്കാൻ ഇവർക്ക് സൗകര്യം ചെയ്ത് കൊടുക്കണേ അല്ലാ, നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണേ. നമ്മളൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളെ ഇപ്പോ റിസൾട്ടുകളൊക്കെ വന്ന സമയമാണ്, പ്ലസ് ടുവിനും അതേപോലെ തന്നെ ഡിഗ്രിക്കൊക്കെ മക്കളെ പല സ്ഥാപനങ്ങളിലേക്കും കൊണ്ടുപോയി ചേർക്കാനുള്ള ഒരുക്കത്തിലാണ് രക്ഷിതാക്കള്. എഞ്ചിനീയറിംഗിനും ഡോക്ടറിനും അതേപോലെ നഴ്സിംഗിനൊക്കെ പഠിപ്പിക്കാൻ വിടുമ്പോഴേ ഹൈദരാബാദിലും ഡൽഹിയിലൊക്കെ കൊണ്ടുപോയി ചേർക്കുമ്പോ പ്രിയപ്പെട്ടവരെ ആ കോളേജിലും ആ ഹോസ്റ്റലിലൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടോ, വെള്ളിയാഴ്ച എന്റെ മക്കൾക്ക് ജുമ ലഭിക്കുമെന്നൊക്കെ നമ്മളൊക്കെ നോക്കലുണ്ടോ? എന്റെ മക്കളുടെ ദീന് നഷ്ടപ്പെടുന്ന അന്തരീക്ഷമാണോ ആ ക്യാമ്പസിലും ആ ഹോസ്റ്റലിലൊക്കെ ഉള്ളത്? ഇതൊന്നും പലപ്പോഴും നമ്മളാരും ചിന്തിക്കാറില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിജനമായ പ്രദേശത്ത് അവരെ വിട്ടേച്ചു പോരുമ്പോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, പടച്ചോനെ എന്റെ ഭാര്യയ്ക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് ആദർശബോധമുള്ള അള്ളാനെ പേടിക്കുന്ന ഒരു മകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമക്ക് പടച്ചോൻ കൊടുത്തത്. സ്വന്തം മകനെ അറുക്കാൻ കൊണ്ടുപോകുമ്പോ ബാപ്പയോട് അങ്ങോട്ട് പരലോകം പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ ആലോചിക്കുകയാണ്, കൈ പിടിച്ച് നടക്കുന്ന പ്രായം. സ്വന്തം പിതാവിന്റെ കൈ പിടിച്ച് നടക്കുന്ന ആ ചെറുപ്രായത്തിൽ ചരിത്രത്തിൽ കാണാം, അന്നത്തെ വയസ്സ് 6 or 7 വയസ്സാണ് ഇസ്മായിൽ നബി അലൈഹിസ്സലാമൊക്കെ ഉള്ളതെന്ന്. 6 or 7 വയസ്സ്. ആ പ്രായത്തിൽ വാപ്പാനോട് അങ്ങോട്ട് സ്വർഗം പറഞ്ഞു കൊടുക്കുക. മോനെ, നിന്നെ അറുക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്, നിന്റെ അഭിപ്രായം എന്താന്ന് ചോദിച്ചപ്പോ സ്വന്തം മകന് കൈ പിടിച്ച് നടക്കുന്ന 6 or 7 വയസ്സുള്ള മകൻ പറയാണ്, വാപ്പ നിങ്ങൾക്ക് എന്നെ സ്വർഗത്തിൽ വെച്ച് കാണാം, അള്ളാന്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ ചെയ്തോളൂ, നാളെ ക്ഷമാലിക്കരുടെ കൂടെ സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്നെ കാണാമെന്ന് ഒരു മകന് സഹോദരങ്ങളെ കൈ പിടിച്ച് നടക്കുന്ന പ്രായത്തിൽ പറയാൻ പറ്റിക്കണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ബാപ്പ ആ മകന് കൊടുത്ത തഖ്വത്രൈകാരം, ആ മകന് കൊടുത്ത ആദർശം എത്രയായിരിക്കും. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഖാനിതൻ, അദ്ദേഹം പരിപൂർണമായും അള്ളാഹ്ക്കു കീഴൊതുങ്ങി ജീവിച്ച ഒരു വ്യക്തിയാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ കാരണം. മൂന്നാമതായി പറഞ്ഞ ഹനീഫൻ ആണ് അല്ലെ, അങ്ങനെ ഋജുമാനസനായി നല്ല മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിന് ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച ഒരു മനസ്സിന്റെ ഉടമയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനൊരു ഉദാഹരണം കാണാം ചരിത്രത്തിൽ. ശഫാഅത്തുമായി ബന്ധപ്പെട്ട ഹദീസിൽ കാണാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് ചില ആളുകൾ വരുന്നുണ്ട്. അവർ ശുപാർശയ്ക്ക് വേണ്ടി ചെല്ലുന്ന സമയമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്, എനിക്കതിന് സാധിക്കൂല, അള്ളാഹുവിനോട് പറയാൻ എന്നെ കൊണ്ട് ഒരിക്കലും പറ്റൂല, നിങ്ങൾ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് ചെന്നോളൂ. അതിന് അദ്ദേഹം പറഞ്ഞ കാരണം എന്താ പറയുക, എന്റെ ജീവിതത്തിൽ ഞാനൊരു കളവ് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു തആല പ്രവാചകന്മാർക്ക് ശഫാഅത്തിന് അനുവാദം കൊടുക്കും. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നാളെ പരലോകത്തെ അള്ളാഹുവിന്റെ ഇതിന് പ്രകാരം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദ്യമായി ശഫാഅത്ത് ചെയ്യുക മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. സമൂഹം അതിന്റെ മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്ത് പോകുന്നുണ്ട്.
ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, എനിക്ക് ഒരിക്കലും ഷഫാഅത്ത് പറയാൻ, ഷഫാഅത്ത് ചെയ്യാൻ എനിക്ക് അർഹതയില്ല. കാരണം ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു കളവ് പറഞ്ഞു. എന്താ അദ്ദേഹം പറഞ്ഞ കളവ്? പറയുന്നത് ചരിത്രങ്ങളിൽ കാണാം. ഒരു ഉത്സവത്തിന് വേണ്ടി ആ നാട്ടിലെ ആളുകൾ അദ്ദേഹത്തെ ക്ഷണിച്ചു എന്നാണ്. ക്ഷണിച്ച സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അതിന് പങ്കെടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ന്യായം പറഞ്ഞു, എന്ത്, എനിക്ക് ശാരീരികമായിട്ട് സുഖമില്ല. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് അത് യഥാർത്ഥത്തിൽ കളവായിരുന്നില്ല എന്നാണ്. കാരണം അന്നത്തെ സാഹചര്യം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോ അതൊരു കളവല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാം അന്ന് പറഞ്ഞത്, എനിക്ക് ശാരീരികമായിട്ടില്ലേ ചില പ്രയാസങ്ങളുണ്ട്, രോഗമുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റൂല. ഈ ഒരു കാര്യം തന്റെ ജീവിതത്തിൽ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം പേടിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ കളവിൽ നാളെ പരലോകത്ത് റബ്ബിന്റെ മുന്നിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. ഈ ഒരു കാര്യത്തിൽ എന്റെ പരലോകം, എന്റെ വിചാരണ എന്താകുമെന്ന് ഭയപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹനീഫൻ, ഋജുമാനസനായി, നല്ല മനസ്സിന്റെ ഉടമയായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചൊരു വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് പറയാൻ കാരണം. നാലാമതായി പറഞ്ഞത് വമാ കാന മിനൽ മുശ്രിക്കീൻ എന്നാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകന്മാർ ശിർക്ക് ചെയ്യൂ? പ്രവാചകന്മാർ ശിർക്ക് ചെയ്യുമോ? പിന്നെ എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞപ്പോ വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ശിർക്ക് ചെയ്യുന്നവരിൽപ്പെട്ട ആളല്ലാന്ന് എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ പറ്റി പറയാൻ കാരണം? ഒരു മുസ്ലിം ഈ മില്ലത്ത് പിൻപറ്റുന്ന ഏതൊരാളും ഊണിലും ഉറക്കിലും തന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്ന് ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? ശിർക്ക് എന്നുള്ളത്. അത് വന്നാൽ പ്രിയപ്പെട്ടവരെ, ചെയ്തു പോയ സകല അമലുകളും അതോടുകൂടി ബാത്തിലായി പോകും. ആരോടാ പറഞ്ഞത്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാ, പ്രവാചകരെ, ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അതോടുകൂടി പ്രവാചകരെ താങ്കൾ ചെയ്തു പോയ സകല അമലുകളും അതോടുകൂടി ബാത്തിലായി പോകും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശിർക്കിനെ കുറിച്ച് അല്ലാഹ് ബോധ്യപ്പെടുത്തണമെങ്കിൽ എത്ര ഗൗരവമുണ്ട്. ഈ ഉമ്മത്തിന് വേണ്ടി പ്രിയമുള്ളവരെ, ശിർക്കിനെതിരെ പടപെടുത്തിയ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയാ, ലഇൻ അശ്റക്ത, പ്രവാചകരെ താങ്കൾ ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, അതോടുകൂടി താങ്കളുടെ എല്ലാ അമലുകളും അതോടുകൂടി പൊളിഞ്ഞു പോകും. ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകളുടെ അവസ്ഥ എന്താ? മതസൗഹാർദ്ദം എന്ന പേരിൽ പ്രിയപ്പെട്ടവരെ, മതങ്ങൾ തമ്മിൽ ലയിക്കാണ്. മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ ചേർന്ന് ഭക്ഷണം കഴിച്ച്, ഉത്സവങ്ങളിൽ പങ്കെടുത്ത്, അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഒക്കെ പറയുന്നത് ദീപം കൊളുത്തി കാണും, പായസം വിതരണം ചെയ്ത് കാണും. ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന ആളുകൾക്ക് പള്ളിയിലെ മഹല്ലുകാര് പായസം വിതരണം ചെയ്യുക, നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യമാണ്. ശിർക്കിന്റെ കേന്ദ്രങ്ങളിലേക്ക് പോകുന്ന അമുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പള്ളികളിൽ വെച്ചിട്ട് അവർക്ക് പോകുന്ന ആളുകൾക്ക് പായസ വിതരണം. എന്താ പറയാറിയോ? ക്ഷണിച്ചാ ക്ഷണം സ്വീകരിക്കേണ്ടതെന്നാണ്. എന്നോട് പറയും, വമാ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ശിർക്കൊന്നും ചെയ്യണില്ല. മതസൗഹാർദ്ദമല്ല അല്ലെ, വിശുദ്ധ ഖുർആന് മതസൗഹാർദ്ദത്തെ കുറിച്ചല്ല പറഞ്ഞത്. ലക്കും ദീനക്കും വലിയ ദീന, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ മുശ്രിക്കുകളായ ആളുകളോട് പറഞ്ഞ കാര്യമാണ്. മുഹമ്മദേ, നീ ആരാധിക്കുന്ന ദൈവത്തെ ഞങ്ങൾ ആരാധിക്കാം, ഞങ്ങൾ ആരാധിക്കുന്ന ദൈവത്തെ നീ ആരാധിക്കണം എന്ന് പറഞ്ഞു. പ്രവാചകൻ പറഞ്ഞു, ലക്കും ദീനക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. എന്നാൽ മറ്റു മതങ്ങളുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപനം എങ്ങനെയായിരുന്നു ഭൗതികമായ വിഷയത്തിൽ? അപ്പൊ ഇസ്ലാമിൽ പ്രിയപ്പെട്ടവരെ, മതസൗഹാർദ്ദമല്ലുള്ളത്, ഉള്ളത് മനുഷ്യ സൗഹാർദ്ദമാണ്. ഒരു അമുസ്ലിം രോഗിയാണോ, നമ്മുടെ തൊട്ടടുത്തുള്ള അമുസ്ലിം രോഗിയാണോ, അവനെ സഹായിക്കണം. അയൽപക്കത്തുള്ള അമുസ്ലിമിന് കടമുണ്ടോ, അവന്റെ കടം വീട്ടിക്കൊടുക്കാൻ മുസ്ലിമായ ഒരാള് ബാധ്യസ്ഥനാണ്. അവൻ പട്ടിണിയാണോ, അവന്റെ പട്ടിണിയെ മാറ്റിക്കൊടുക്കേണ്ടത്, അവന്റെ വിശപ്പടക്കേണ്ടത് ഒരു മുസ്ലിമായ ഒരാള് ബാധ്യതയാണ്. എന്നാൽ മതത്തിന്റെ വിഷയം വരുമ്പോ അവിടെ ഒരു മയപ്പെടുത്തലില്ല.
മതത്തിന്റെ കാര്യം വന്നാൽ നിങ്ങൾക്ക് നിങ്ങളെ മതം, എനിക്ക് എന്റെ മതം. അതുകൊണ്ട് ഇബ്രാഹിം മില്ലത്തിലെ ഗുണപാഠം, പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തെ ഗുണപാഠം തന്നെ അദ്ദേഹം പ്രാർത്ഥിക്കാണ് പടച്ചവനോട്. ഒരു പ്രവാചകൻ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കുക പടച്ചവനോട്, വജുനുബിനി വബനിയൻ അബ്ദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് കാത്തുരക്ഷിക്കണേ അല്ലാ. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം, പ്രിയപ്പെട്ടവരെ, തമാശയ്ക്ക് വേണ്ടി തുയർന്നതല്ല. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ. ഖുർആൻ തമാശയ്ക്ക് വേണ്ടി പറഞ്ഞതാ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ശിർക്കിനെ തൊട്ട് ദുആ ചെയ്യുക. ആരാ ഈ പ്രാർത്ഥിക്കുന്നത്? ഒരു പ്രവാചകനാ, പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിക്കണത്. എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് രക്ഷിക്കണേന്ന്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞെന്തറിയോ? മുസ്ലിമീങ്ങൾക്കിടയിൽ ഇനിയും വിഗ്രഹ ആരാധന വരും. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച വിഷയമാണ്. ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തുഅബദുൽ ലാത വൽ ഉസ്സ, ലാത്തയും മുസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതല്ല. എന്താ ലാത്തയും മുസ്സയും ആരാധിക്കപ്പെടാന്നാൽ? ഇനി ആളുകളെ ലാത്തയെ കാക്കണേ, ഉസ്സയെ രക്ഷിക്കണേ എന്ന് പറയുന്നല്ല. മറിച്ച് ആളുകള് ഇതേപോലെ എന്താണ്, കല്ലുകളെയും മരങ്ങളെയും ഒക്കെ, വിഗ്രഹങ്ങളെയൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു കാലം എന്റെ ഉമ്മത്തിന് വരും ഖിയാമത്ത് നാളിന്റെ മുമ്പ്. പിന്നെയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ലാ തഖൂമു സ്സാഅ, അന്ത്യനാൾ സംഭവിക്കുകയില്ല. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, ഖിയാമത്ത് നാൾ സംഭവിക്കൂല എന്റെ ഉമ്മത്തിലെ ആളുകൾ മുശ്രിക്കീങ്ങളുമായി കൊണ്ട് ചേരുന്നതുവരെ. മക്കയിലെ മുശ്രിക്കുകളുമായി എന്റെ ഉമ്മത്തിലെ ആളുകൾ ചേരുന്നതുവരെ ഈ ലോകം അവസാനിക്കൂല. ലോകത്തെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്ത് സംഭവിച്ചതാണ്. മുസ്ലിം ഉമ്മത്തിലെ ആളുകളെ കുട്ടികൾ ഉണ്ടാകാൻ പോണതങ്ങട്ട അല്ലെ, മരത്തിന്റെ വള്ളിയിലേക്ക് പോയിട്ട് കാവൽ ചോദിക്കാണ്. മരത്തിന്റെ വള്ളിയിൽ പോയി തൊട്ടിൽ കെട്ടിയാൽ അവിടെ പോയി പ്രാർത്ഥിച്ചാൽ കുട്ടികൾ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവർ, വലിയ വലിയ കല്ലുകൾക്ക് മുമ്പിൽ പോയി സുജൂദ് ചെയ്യുന്ന മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ, ഏതെങ്കിലും മഹത്തുക്കളായ ആളുകൾ മരിച്ചാൽ അവരുടെ കബറുകൾക്ക് സിമന്റ് ഇട്ട് പെയിന്റ് അടിച്ച് ആ ദർഗയുടെ മുന്നിൽ, ആ കബറിന്റെ മുന്നിൽ പോയി സുജൂദ് ചെയ്ത് രണ്ട് കൈകളും ഉയർത്തി ആ കബറിൽ കിടക്കുന്നവരോട് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ ഇന്ന് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾക്ക് വന്നില്ലേ. പ്രവാചകൻ പറയാ, മുശ്രിക്കീങ്ങളുമായി കൊണ്ട് എന്റെ ഉമ്മത്തിലെ ആളുകൾ ചേരുന്നതുവരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. ലാത്തയും മുസ്സയും വീണ്ടും ആരാധിക്കപ്പെടുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കൂല. എന്താ മക്കയിലെ മുശ്രിക്കിന്റെ വിശ്വാസം എന്താ? ഇന്ന് നമ്മുടെ നാട്ടിൽ ചുഴത്തുമെന്നൊരു വണ്ടി ബ്രേക്കണ്ട് പോയാല് ആളുകൾ എന്താ വിളിക്കുക? ബദരീങ്ങളെ കാക്കണെന്ന് പറയുന്നുണ്ടോ? മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണെന്ന് പറയുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ മക്കയിലെ മുശ്രിക്കിന്റെ പ്രത്യേകത പറഞ്ഞെന്തരും? അവര് കടലിലൂടെ സഞ്ചരിക്കുകയാണ്. അതിശക്തമായ കാറ്റ് വന്ന് കപ്പലിങ്ങനെ ആടി ഉലയാൻ തുടങ്ങി. കപ്പലിങ്ങനെ മറിയാൻ പോവുകയാണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, അവർ വിളിക്കൽ ആരെന്നറിയോ? അവർ വിളിക്കുക യാ അല്ലാഹ് എന്നാണ്. ഖുർആനിലായതാണ് യാ അല്ലാഹ്. ഖുർആൻ പറയാണ്, അവരെ ആ കടലിൽ നിന്ന് കരയിലേക്ക് രക്ഷപ്പെടുത്തിയാൽ അവർ വിളിക്കുമാരെ ലാത്ത ഉസ്സ മനാത്ത. നമ്മുടെ നാട്ടിലെ മുസ്ലിം ഉമ്മത്തിൽ ആളുകളെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെ പടച്ചവനോട് ചോദിക്കും. വലിയ വലിയ അപകടങ്ങൾ വരുമ്പോ ബദരീങ്ങളെ കാക്കണേ, മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, മമ്പർത്ത തങ്ങളെ രക്ഷിക്കണേ. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ പ്രവചനം എത്ര സത്യമാണെന്നുള്ളത് കൃത്യമായി നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് ശിർക്കിനെ തൊട്ട് നമ്മൾ കാത്തു സൂക്ഷിക്കുക. നമ്മുടെ കുടുംബത്തെ ഈ ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നമ്മൾ തയ്യാറാകണം. മില്ലത്ത് ഇബ്രാഹിമിൽ നിന്ന് കൃത്യമായ പാഠങ്ങൾ ഉൾക്കൊള്ളുക. ആ മില്ലത്തെ നമ്മുടെ കുടുംബത്തിന് കൂടി പ്രിയപ്പെട്ടവർ നമ്മൾ പകർന്നു കൊടുക്കണം. അള്ളാഹു അങ്ങനെയുള്ള മുഅ്മിനീങ്ങളിൽ, വിശ്വാസികളിൽ, മുവഹിദുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി
وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാ അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒന്നുകൂടി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഖലീൽ അഥവാ കൂട്ടുകാരൻ എന്ന് അല്ലാഹു തആല വിശേഷിപ്പിക്കപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഓർക്കാത്ത ഒരു ദിവസം പോലും ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലില്ല. നോക്കിങ്ങളെ, പ്രഭാതത്തില് ഒരു മുസ്ലിം എഴുന്നേൽക്കുന്ന സമയത്ത് പോലും ഇബ്രാഹിം മില്ലത്തിലാണെന്ന് പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുന്നത്. അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം വഅലാ കലിമത്തിൽ ഇഖ്ലാസ് വഅലാ ദീനി നബിയിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ മില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടാണ് ഒരു മുസ്ലിം രാവിലെ സുബഹിക്ക് എണീക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമാ അമാതന വഇലൈഹി നുശൂർ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ രാവിലെ ഒരു മുസ്ലിമിന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഇബ്രാഹിം മില്ലത്തിലാണെന്ന് പറഞ്ഞിട്ടാണ്. പിന്നീട് എല്ലാ ഫർള് സുന്നത്തായ നിസ്കാരങ്ങളിലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ നമ്മൾ ഓർക്കുന്നുണ്ട്. അത്തഹിയാത്തിലെ സ്വലാത്തില് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നുള്ള ആ സ്വലാത്തിന്റെ പേരെന്നെന്താ? ഇബ്രാഹിമിയ സ്വലാത്ത് എന്നാണ്. എല്ലാ നിസ്കാരത്തിലെ അത്തഹിയാത്തിലും ഇബ്രാഹിം നബി അലൈഹിസ്സലാമെ നമ്മൾ ഓർക്കുന്നുണ്ട്. അല്ലെ, മയ്യത്തു നമസ്കാരത്തിൽ വരെയുണ്ട്. മയ്യത്തു നമസ്കാരത്തില് പ്രത്യേകമായി പ്രവാചകൻ പഠിപ്പിച്ചൊരു സന്ദർഭമാണിത്. ഇപ്പോ നമുക്കറിയാം, അല്ലാഹുമ്മ യഗ്ഫിർ ലഹു വർഹം എന്നുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് മയ്യത്തിനു വേണ്ടി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇളം പ്രായത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ മക്കളുണ്ടാവും, ചെറിയ കുട്ടികൾ. അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രവാചകൻ പഠിപ്പിക്കുന്നുണ്ട്. മയ്യത്ത് നിസ്കാരത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹുമ്മ ഇജ്അൽഹു ദഖ്റൻ ലിവാലിദൈഹി വഫർത. ഇതാ പ്രാർത്ഥനയിലുള്ള ഒരു ഭാഗമാണ്, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥന. ആ പ്രാർത്ഥനയുടെ അവസാനത്തിൽ കാണാൻ പ്രിയപ്പെട്ടവരെ, വജ്അൽഹു ഫീ കഫാലത്തി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മരണപ്പെട്ട ആ ചെറിയ കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് പടച്ചോനോട്? പടച്ചോനെ വജ്അൽഹു ഫീ കഫാലത്തി ഇബ്രാഹിമ അലൈഹിസ്സലാത്തു വസ്സലാം, ഈ പൊന്നുമോനെ നീ ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ കഫാലത്തിൽ അഥവാ സംരക്ഷണത്തിൽ നീ ആക്കണേന്ന്. ഒരു ചെറിയ കുട്ടി മരിച്ചാല് ആ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രവാചകൻ ശാസ്ത്രം പഠിപ്പിച്ചിട്ടാണ്. നമുക്കറിയാം, ഈ പൊന്നുമക്കളെ മരണപ്പെട്ടാൽ പ്രിയപ്പെട്ടവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് സ്വർഗത്തിലുണ്ടാകുക. വാരി വിതറിയ മുത്തുമണികളെ പോലെ അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് ചുറ്റും അവർ ഓടിക്കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എത്രത്തോളം എന്നാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ താടിയിൽ വരെ ആ കുട്ടികൾ ഇങ്ങനെ പിടിച്ചു വലിക്കുന്നതാണ്. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് മരണപ്പെട്ട ചെറിയ കുട്ടികൾ ഉണ്ടാകുക. ആ കുട്ടികളെ ഇബ്രാഹിം നബിന്റെ കഫാലത്തിൽ സംരക്ഷണത്തിൽ നീ ആക്കണേന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു. ഇങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ ഓർക്കാത്തൊരു സന്ദർഭം ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലില്ല. കൃത്യമായി പ്രിയപ്പെട്ടവരെ ആ മില്ലത്തെ പിൻപറ്റി ജീവിക്കേണ്ടവരാണ് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾ. ഇൻഷാ അല്ലാഹ് അതിന്റെ തുടർച്ചയായി നമുക്ക് വരും ആഴ്ചകളിൽ വിശദീകരിക്കാം. അല്ലാഹു ആ മില്ലത്തെ പിൻപറ്റുന്ന നല്ല വിശ്വാസികളിൽ നമ്മെ